തുടങ്ങിയ പ്രവർത്തനത്തിൽ ഇന്ന് നേരെ വരെ ഒരു തുള്ളി വെള്ളം ഈ പരിസരത്ത് പോലും നമുക്ക് കിണറ്റിൽ നിന്ന് മുക്കി കുടിക്കാൻ വരെ വയ്യാത്ത അവസ്ഥ നിങ്ങൾക്ക് കണ്ടറിയാം. ഇവിടുന്ന് പച്ചവെള്ളം കുടിക്കാൻ നമുക്ക് മുക്കി കുടിക്കാൻ വരെ കിട്ടാത്ത സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് മീഡിയകളൊന്ന് ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. തീർച്ചയായും ഈ ദുരന്ത മേഖലയിൽ അതിസങ്കീർണമായ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകരാണ്. അവർക്ക് പ്രാഥമികമായി വേണ്ട കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ എന്താണ് പറയുക എന്നുള്ളതാണ്. അത് വലിയ പരാജയം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ശ്രദ്ധക്കുറവ് ആണെങ്കിൽ നമ്മൾ രാവിലെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ലൈവിൽ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഒരു തരത്തിലും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. വളരെ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടുത്തെ ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം സ്വയം സന്നദ്ധരായി വളരെ പ്രതിസന്ധികൾ മറികടന്ന് ഉരുൾ മേഖലയിലൊക്കെ രക്ഷാപ്രവർത്തനം എന്നുള്ളത് ജീവൻ പണയം വെച്ചുള്ള ഒരു കളിയാണ്, അല്ലെങ്കിൽ അതൊരു ജോലിയാണ്. അതിന് സന്നദ്ധരായി വരുന്ന മനുഷ്യരാണ്. അവർക്ക് കുടിവെള്ളം പോലും നൽകാൻ സംവിധാനങ്ങൾ കഴിയുന്നില്ല എങ്കിൽ അത് വലിയ പരാജയമാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. ഒപ്പം തന്നെയാണ് ഇവർക്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഹാമർ ഉപയോഗിച്ച് കോൺക്രീറ്റ് തകർത്തുകൊണ്ടിരിക്കുന്നു. ഈ കോൺക്രീറ്റ് എന്ന് പറഞ്ഞത് ഈ കോൺക്രീറ്റിനടിയിൽ മനുഷ്യരുണ്ട്, അവരുടെ പ്രിയപ്പെട്ട ആളുകളുണ്ട് എന്ന് അവരുടെ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ നമ്മോടിപ്പോൾ അല്പസമയം മുമ്പ് പറഞ്ഞതാണ്. ആ രക്ഷാപ്രവർത്തനമാണ്, അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ്. ഈ രീതിയിൽ വളരെ പ്രാകൃതമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിൽ ഹാമർ ഉപയോഗിച്ച് കോൺക്രീറ്റ് അടിച്ച് തകർത്ത് പൊളിച്ച് വേണം ഇവരെ പുറത്തെടുക്കാനെങ്കിൽ നമ്മുടെ രക്ഷാ സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് ഇവിടെ എത്തുന്നില്ല, ആവശ്യമായ ഉപകരണങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് വലിയ ചോദ്യമായി നിൽക്കുകയാണ്. ഈ പുഴക്കരികിൽ അപ്പുറത്ത് വലിയ തോതിലുള്ള സജ്ജീകരണങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കോൺക്രീറ്റ് കട്ടിംഗ് മെഷീൻ ഇവിടെ എത്തിക്കുന്നതിന് ഈ പുഴ ഒരു തടസ്സമായി നിൽക്കേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സംവിധാനം പോലും ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത് അവിടെ വീണ്ടും മഴമേഘങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴക്കാറുണ്ട്, മഴ ഭീഷണിയുണ്ട്. അങ്ങനെ മഴ പെയ്യുകയൊക്കെ ആണെങ്കിൽ അത് രക്ഷാപ്രവർത്തനം വീണ്ടും വൈകിക്കുന്ന സാഹചര്യം ഉണ്ടാവും തുടങ്ങിയിട്ടുണ്ട്. മഴക്കാറുണ്ട്, മഴ ഭീഷണിയുണ്ട്. അങ്ങനെ മഴ പെയ്യുകയൊക്കെ ആണെങ്കിൽ അത് രക്ഷാപ്രവർത്തനം വീണ്ടും വൈകിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോഴൊക്കെ ഈ ആളുകൾക്ക് ഈ വീടിനടിയിലൊക്കെ മനുഷ്യർക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം, മൃതദേഹമാണെങ്കിൽ പോലും അതങ്ങനെ പുറത്തെടുക്കാൻ കഴിയാതെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം വളരെ സങ്കടകരമാണ് എന്നുള്ളത് തന്നെയാണ്. ഇനിയെങ്കിലും നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്ന് ഈ സംവിധാനങ്ങൾ കൂടുതൽ സൗകര്യങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലെങ്കിൽ ഈ വാർത്തയെങ്കിലും അറിഞ്ഞ് ഇവിടേക്ക് ഈ സംവിധാനങ്ങൾ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ നിന്ന് ഇവിടുന്ന് പറയേണ്ടി വരും. നമ്മളിവിടെ വന്ന് സമയം മുതൽ മണിക്കൂറുകളായി ഈ വിഷയം, ഇവരുടെ പരിമിതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചത് രാവിലത്തെ കുറച്ച് നേരത്തെ അതിരാവിലെ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സംവിധാനങ്ങൾക്ക് എത്താൻ കഴിയാത്തത് എന്നായിരുന്നു. പക്ഷേ സമയം ഇത്രയായിട്ട് പോലും അത്തരം ഉപകരണങ്ങളോ സൗകര്യങ്ങളും ഇവിടെ എത്തിച്ചിട്ടില്ല. അപ്പോഴാണ് ഇവർ നമ്മോട് പറയുന്നത് കുടിവെള്ളം പോലും ഇവർക്ക് ഇതുവരെ എത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അത് അതീവ സങ്കടകരമാണ്. വളരെ സംവിധാനങ്ങളുടെ പരാജയം ആണ് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. അത് ഇങ്ങനെ തുടരുന്ന ഈ രീതിയിൽ ഇവിടെ ഈ ഉരുൾ മേഖലയിൽ ഉൾപ്പെട്ട വലിയ ദുരന്തം നടന്ന ഈ മേഖലയിൽ രക്ഷാപ്രവർത്തകരെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള ഉണർന്നുള്ള ഇടപെടലാണ് അധികാരിയുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുന്നത്. അത് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇന്നലെ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് അതിനുവേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നു. ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള ഒരു വിളിയായിരുന്നു ഇവിടെ നിന്നും ഉയർന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതല്ല. ഇവിടെ മണ്ണിനടിയിൽപ്പെട്ട ആളുകളെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ തരൂ എന്നാണ് ഈ മുണ്ടിക്കൈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് മുന്നിൽ വലിയ വലിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധി കായികാധ്വാനം ഉപയോഗിച്ച്, ഹാമർ ഉപയോഗിച്ച് കോൺക്രീറ്റ് അടിച്ചു പൊട്ടിച്ച് ആ പ്രതിസന്ധി മറികടക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പക്ഷേ ഏറെ സമയമെടുക്കുമെന്നുള്ളത് തന്നെയാണ്. ഈ 5 പേരുള്ള ഈ വീട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഏറെ സമയമെടുത്തിട്ടും കോൺക്രീറ്റിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവർക്ക് ഇതുവരെ പൊളിച്ചു മാറ്റാൻ സാധിച്ചിട്ടുള്ളത്.